Astro Guru, where the wisdom of the cosmos lights your path. ആ സുഹൃത്തുക്കളെ, നമ്മൾ ജൂലൈ മാസത്തിലെ പൊതുവായിട്ടുള്ള ഫലമൊന്ന് നോക്കാം. ജൂലൈ മാസം നിങ്ങൾക്ക് ഓരോ രാശിക്കാർക്കും അല്ലെങ്കിൽ ഓരോ നാളുകാർക്കും എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പം അതിനു മുമ്പ് ആമുഖമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ പല പാപഗ്രഹങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ചൊവ്വയുടെ ഒക്കെ കാരണം പറഞ്ഞാൽ പല കേസിലായിട്ടുള്ള മൾട്ടിപ്പിൾ ആക്സിഡന്റ് ഒക്കെ കൊണ്ടുതരുന്ന ഗ്രഹമാണ്. പക്ഷെ എന്ന് വെച്ചാൽ അതെപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസിഷൻ പീരീഡ് വരുമ്പോഴാണ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പാസ് ചെയ്യുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും ഈ ഇങ്ങനെ വരണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചൊവ്വായും ജൂപ്പിറ്ററും, അതായത് നമ്മുടെ ബർത്ത് ചാർട്ടിലെ വ്യാഴവും ചൊവ്വായും കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെ, അല്ലെ കേതു ചൊവ്വ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം ചൊവ്വയുടെ മേളിൽ അല്ലെന്ന് വരിയില് കേതുവിന്റെ മേളിൽ കേതു പാസ് ചെയ്യുന്ന സമയത്തോ ആക്സിഡന്റ് പറ്റാം. അപ്പം നമ്മള് നോർമൽ ഒരു കേസിൽ ഞാനത് പറഞ്ഞാൽ പോലും ഇങ്ങനെ ആക്സിഡന്റ് പറ്റാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പൊ ആ ഒരു രീതി പ്രഡിക്ഷൻ പറയുന്നത് തെറ്റാണ്. കാരണം ബർത്ത് ചാർട്ടിലെ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ്. കാരണം ഇത് വേദിക് അസ്ട്രോളജിയിലാണ് ആ ഒരു രീതി പറയുന്നത്. പക്ഷെ അതിന്റെ ആയിട്ടുള്ള ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട് വേദിക് അസ്ട്രോളജിയിൽ. അഡ്വാൻസ് പല സയൻസിലുള്ള പ്രഡിക്ഷൻ വരുമ്പോഴത്തേന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, ഇതിനുപരിയായിട്ട് ഇന്റേണൽ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ രീതിയിലുള്ള പ്രഡിക്ഷന് പല രീതിയിൽ തെറ്റാണ്. ഇവന് ചില കേസിലൊക്കെ ഇപ്പൊ ചൈൽഡ് ബർത്തിന്റെ ഒക്കെ തന്നെ വരുമ്പോൾ 5th ഹൗസില് വേദിക് അസ്ട്രോളജി പറയുന്നുണ്ട്, 5th ഹൗസില് രാഹു വന്നു കഴിഞ്ഞാൽ IVF. അതിൽ IVF ഒന്നും ഇല്ല. അത് കുട്ടികളുടെ ഡിലേ ആകും, എടുക്കും. അതിന് വേറെ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. അതിന്റെ ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ചൈൽഡ് ബർത്തിന്റെ പല വീഡിയോ ചെയ്തിട്ടുണ്ട്. കുട്ടികളുണ്ടാകാനുള്ള ഡിലേ, അല്ലെന്നൊരു അബോർഷൻ ഉണ്ടാകുന്നത്, എങ്ങനെ അഡോപ്ഷൻ, കുട്ടികളെ ദത്തെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം എപ്പോൾ ഉണ്ടാകുന്നു, അല്ലെന്നൊരു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോ ചെയ്തിട്ടുണ്ട്. അതല്ല മിസ്കാരേജ്, മൾട്ടിപ്പിൾ മിസ്കാരേജ് ഉണ്ടാക്കാനും അല്ലെന്നൊരു സിസേറിയൻ ഒക്കെ നടത്താനൊക്കെ ഉള്ള സാധ്യത, പോസിബിലിറ്റി, അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോ അഡ്വാൻസ് ലെവലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇറാന്റെ ബർത്തിയായിട്ട് നിങ്ങളൊന്ന് നോക്കുക. കാരണം ഇറാന്റെ ബർത്തിയായിട്ടിലൊക്കെ കറക്റ്റ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യുദ്ധവാറുമായിട്ട് വന്നപ്പം ഇവിടെ അമേരിക്ക തോറ്റുപോകുന്നും ഇറാൻ മേൽക്കൈ നേടുമെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അവിടെ ആറ്റോമിക് പ്രസൻസ് ഉണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഒരു സ്പെഷ്യൽ പ്രഡിക്ഷനാണ്. ഞാൻ ആ വീഡിയോയിൽ പോലും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് പോലും ഈ ഒരു രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ട് പ്രഡിക്ഷൻ ഒരാളും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയമാണെന്ന് പറഞ്ഞിട്ടാണ് വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ പറഞ്ഞ രീതിയിലാണ് മിക്കവാറും 99% കാര്യങ്ങൾ നടന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരുടെ താല്പര്യം ഉണ്ടെന്ന രീതിയിൽ അതൊന്ന് പോയി കാണുക. പിന്നെ നമ്മൾ ഈ രാഹു കേതുക്കളെ ആണേലും ഈ കൺസിഡർ ചെയ്യുന്നില്ല ഇവിടെ. കാരണം നോർമലി രാഹു കേതുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ പല കേസിലൊന്നും നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുതരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു ആമുഖമായിട്ട് നമ്മൾ പറയുമായിരുന്നു. അപ്പൊ ബാക്കിയുള്ള നല്ല ഗ്രഹങ്ങളെ നിങ്ങളുടെ ട്രാൻസിഷനിൽ നിങ്ങൾക്ക് ബെനിഫിഷ്യറി ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതകൾ നോക്കിയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ശുക്രന്റെ ട്രാൻസിഷന്, അതുപോലെ വ്യാഴത്തിന്റെ ട്രാൻസിഷന്, ശനിയുടെ ട്രാൻസിഷന്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ രാശിക്കാരുടെ അനുസരിച്ചൊന്ന് നോക്കാം. അപ്പൊ ഇതിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റെമഡി പല വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെന്നൊരു വേറെ ശുക്രന്റെ വീഡിയോ ഉണ്ട്, വ്യാഴത്തിന്റെ വീഡിയോ ഉണ്ട്. അപ്പൊ വ്യാഴത്തിന്റെ വീഡിയോക്കകത്ത് വ്യാഴത്തിന്റെ റെമഡി പറഞ്ഞിട്ടുണ്ട്, ശനിയുടെ വീഡിയോക്കകത്ത് ശനിയുടെ റെമഡി പറഞ്ഞിട്ടുണ്ട്, ശുക്രന്റെ വീഡിയോക്കകത്ത് ശുക്രന്റെ റെമഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വീഡിയോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെമഡി പാർട്ടിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. കാരണം ഈ വീഡിയോ ലോങ് ആയി പോകാതിരിക്കാൻ ചില കാര്യങ്ങൾ പലർക്കും കംപ്ലൈന്റ് ഉണ്ട്, വീഡിയോ ലോങ് ആകുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ വളരെ കുറച്ച് അത്യാവശ്യം നിങ്ങൾക്കുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം ഈ സബ്ജക്ട് ഇഷ്ടമായെന്നതിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഹൈപ്പ് ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കതൊരു എൻകറേജ്മെന്റ് ആണ്. ലൈക്ക് ചെയ്യുമ്പോൾ
ഹൈപ്പ് എന്ന് വരും. ആ ഹൈപ്പ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു എൻകറേജ്മെന്റ് ആണ്. അതേപോലെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമുള്ളവരെ അല്ലെന്നൊരില് വാട്സപ്പ് അയക്കാവുന്നതാണ്. അതല്ലെന്നൊരില് ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരെ ഗൃഹനാടി, നക്ഷത്രനാടി, വേദിക് അസ്ട്രോളജി, ചന്ദ്രകല നാടി, മൊബൈൽ ന്യൂമറോളജി, നെയിം ന്യൂമറോളജി, ബ്രാൻഡ് അലൈൻമെന്റ്, നെയിം അലൈൻമെന്റ്, മെഡിക്കൽ അസ്ട്രോളജി, KP അസ്ട്രോളജി, മിസ്റ്റിക്കൽ ട്രയാങ്കിള്, പഞ്ചപക്ഷി ശാസ്ത്രം, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കാനോ കാര്യങ്ങളോ ഉള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. മേടൻ രാശി നോക്കിക്കഴിഞ്ഞാൽ ഏരീസ്. അപ്പം ഇതിനകത്ത് നാളുകളും നോക്കിക്കഴിഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ ഒരു പാദം. അപ്പൊ ഇതിനകത്ത് മേടൻ രാശിയുടെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ചൊവ്വാണ്. അതേപോലെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അശ്വതിയെ കൺട്രോൾ ചെയ്യുന്ന കേതുവാണ്, സൂര്യകർമ്മയപ്പെട്ടാണ്. അതുപോലെ ഭരണിയെ കൺട്രോൾ ചെയ്യുന്ന ശുക്രനാണ്, ചന്ദ്രകർമ്മയപ്പെട്ടാണ്. കാർത്തിയെ കൺട്രോൾ ചെയ്യുന്നത് സൂര്യനാണ്, ചൊവ്വകർമ്മയപ്പെട്ട. അപ്പൊ നിങ്ങൾ ഈ കർമ്മ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യണം. കാരണം അതിന്റെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ ഇതിനകത്ത് നമ്മുടെ ശുക്രന്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം എന്ന് പറഞ്ഞാൽ ഈ കർമ്മ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ കർമ്മ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സ്വഭാവം, നിങ്ങളെ അങ്ങനെയുള്ള ക്യാരക്ടറെ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റും. അത് നമ്മുടെ ശുക്രന്റെ വീഡിയോ കാണാത്തവരുണ്ടെന്നൊരു പോയി കണ്ടാൽ മതി. അതിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു വീഡിയോയിൽ ഇനി പറയുന്നില്ല. അപ്പം ഈ ഒരു രാശിക്കാരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, ഒരിക്കലും നടക്കത്തില്ല എന്ന് ഇരുന്ന പ്രണയ സാക്ഷാത്കാരം ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അതുപോലെ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാനൊക്കെ ഉള്ള ഒരു സാധ്യത, നല്ല അംബിഷ്യസ് ആയിരിക്കാനുള്ളത്, അങ്ങനെ പല രീതിയിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറയാനുള്ളത്. അതുപോലെ സ്പെക്കുലേറ്റീവ് ഗെയിൻ, ഊഹക്കച്ചവടത്തിന് ലാഭമുണ്ടാക്കാനുള്ള ഒരു സാധ്യത, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, നല്ല എന്റർടൈൻമെന്റ്, നല്ല ലവ് അഫെയർ ഒക്കെ ഉണ്ടാകാനും, വീടില്ലാത്തവർക്ക് വീട് വെക്കാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, വീട് മൂടി പിടിപ്പിക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ലോണ്, പൈസയ്ക്ക് എന്തെങ്കിലും അടച്ചു തീർക്കാൻ ബുദ്ധിമുട്ടിരുന്ന ആൾക്കാർക്ക് പൈസ ഒക്കെ ലോണിനൊക്കെ അടച്ചു തീർക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യം വരും. അതുപോലെ ബന്ധുമിത്രാദികളൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ വീട് മൂടി പിടിപ്പിക്കാനും വീട് പാർട്ടീഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ നമ്മുടെ കൃഷികളിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാകാനും, പ്രത്യേകിച്ച് ക്ഷീരകർഷകർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കൃഷിക്കാർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അങ്ങനെ പൊതുവെ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശമല്ല. ഇത് മാത്രമല്ല, എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന, ഹോസ്പിറ്റലായിട്ട് എന്തെങ്കിലും അങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് അതൊരു പരിധി വരെ മാറാനുള്ള ഒരു സാധ്യതകള്. അതുപോലെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ചേഞ്ച്, നമുക്കൊരു പുതിയ ജോലി കണ്ടെത്താനൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. അതുപോലെ എന്തെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ആ ജോലി കിട്ടാനും, ഗെയിൻ ടു ദ കറസ്പോണ്ടൻസ് എന്തെങ്കിലുമൊക്കെ ഉള്ള അവർക്കൊരു ജോബ് കൺഫർമേഷൻ കിട്ടാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. അതുപോലെ ബിസിനസ്സിനകത്ത് തന്നെ ഉയർച്ച ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, തൊഴിലിടങ്ങളില് മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ അഭിനന്ദനങ്ങൾ കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞാൽ. അതുപോലെ ഫോറിൻ ട്രാവൽ പോകാനൊക്കെ ഉള്ളവർ, ഗൾഫിൽ വിദേശത്തൊക്കെ പോകാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാർക്ക്. അതുപോലെ ഓൺലൈനായിട്ട് ജോബൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ബാങ്കിൽ നിന്ന് എന്തെങ്കിലും ലോൺ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ലോണ് അനുകൂലമായിട്ട് പാസ്സായി വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതുപോലെ ക്രിപ്റ്റോ, ഫോറക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അത് മാത്രമല്ല, ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിഷനൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ ആയി വരാനുള്ള സാഹചര്യങ്ങൾ. ക്രിപ്റ്റോ, ഫോറക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നൊക്കെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകാനുള്ള സാഹചര്യം. ഫോറിൻ ട്രാവൽ ചെയ്യാൻ, അതുപോലെ നല്ല ഉല്ലാസ യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ. വിസ റിലേറ്റഡ് ആയിട്ടുള്ള, എമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് മാറി വരാനുള്ള സാഹചര്യം. അങ്ങനെ പൊതുവെ ആവറേജ് ഈ ഒരു രാശിക്കാർക്ക് അത്ര മോശമല്ലാത്ത ഒരു സാഹചര്യമാണ്.